ചരിത്ര തീരുമാനം. ഇനി പെൺകുട്ടികൾക്കും നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് തീരുമാനം എടുത്തിരിക്കുകയാണ്, NDAയിൽ സ്ത്രീകൾക്കും കൂടെ പ്രവേശിക്കാം. കഴിഞ്ഞ ഒരുപാട് വർഷം NDA തുടങ്ങിയിട്ട് ഇതുവരെ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. അതുപോലെ തന്നെ പെർമനൻറ്റ് കമ്മീഷനായിട്ട് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൽ പെൺകുട്ടികളെ എടുത്തിരുന്നില്ല. അതിനാണ് ഇപ്പോൾ അവസരം ഒരുങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെ പെർമനൻറ്റ് കമ്മീഷനായിട്ട് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൽ കമ്മീഷൻഡ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ. +2 പഠിക്കുന്ന കുട്ടികൾക്കാണ് അവസരം. അതായത് +2 യോഗ്യത വെച്ചിട്ട് നിങ്ങൾക്ക് എയർഫോഴ്സ്, നേവി, ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും. പലർക്കും പൈലറ്റ് ആവുക എന്നുള്ളത് അവരുടെ ജീവിത ലക്ഷ്യമായിരിക്കും. ഡിഫൻസ് ഫോഴ്സസിലൂടെ പൈലറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്കണോമിക്കാണ്. നിങ്ങളുടെ പാരൻസിന് യാതൊരുവിധ ചിലവുമില്ലാതെ നിങ്ങൾക്ക് രാജ്യത്തിൻ്റെ ചിലവിലൂടെ ഒരു ഏറ്റവും മികച്ച ഫൈറ്റർ പൈലറ്റായിട്ടും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ പൈലറ്റ്, അങ്ങനെ പല വിഭാഗത്തിൽ പൈലറ്റായിട്ട് ജോയിൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണ് ഈ കമ്മീഷൻഡ് ഓഫീസർ ആവുന്നതോടുകൂടെ. +2 യോഗ്യതയാണ്. +2 യോഗ്യത വെച്ചിട്ട് പെൺകുട്ടികൾക്കും പൈലറ്റ് ആവുക എന്നുള്ളതാണ് ഇപ്പം വന്നിരിക്കുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും മികച്ച ഒരു അവസരം. ഓക്കെ, സോ നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പെൺകുട്ടികൾക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഈ വർഷത്തെ NDA 2 പരീക്ഷയുടെ അപേക്ഷ ഓൾറെഡി കഴിഞ്ഞതാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇതിൻ്റെ അപേക്ഷ കഴിഞ്ഞിരുന്നു. ആൺകുട്ടികളുടെ മാത്രമേ അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എക്കാലത്തെയും പോലെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കോടതി വിധിയുടെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ പെൺകുട്ടികൾക്കും കൂടെ NDA 2 അപേക്ഷിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. അതായത് സെപ്റ്റംബർ 24 മുതൽ ഇതിൻ്റെ അപേക്ഷ തുടങ്ങി ഒക്ടോബർ 8 വരെ അപേക്ഷ കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് NDAനെ കുറിച്ച് നമുക്ക് നോക്കാം. NDA എന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമി പൂനെയിലുള്ള കടക്വാസല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വളരെ പ്രീമിയമായിട്ട്, ഇന്ത്യയിലുള്ള ഏറ്റവും പ്രീമിയമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഓർഗനൈസേഷനാണ്. പലപ്പോഴും നമ്മൾ ആർമിയുടെ കാര്യം മാത്രമാണ് NDAയെ കുറിച്ച് ആലോചിക്കുന്നത്. എന്നാൽ ഇത് ഒരു ട്രൈ സർവീസ് അക്കാഡമിയാണ്. അവിടെ ആർമി, നേവി, എയർഫോഴ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള ട്രെയിനിങ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ NDA പരീക്ഷ എന്ന് പറയുന്നത് NDA നേവൽ എക്സാമിനേഷനാണ് ഒരുമിച്ച് നടത്തുന്നത്. NDA നേവൽ അക്കാഡമിയുടെ പരീക്ഷ ഒരുമിച്ച് നടക്കും. അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമി കടക്വാസല, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കേരളത്തിൽ കണ്ണൂർ ജില്ലയിലുള്ള ഏഴിമല നേവൽ അക്കാഡമിയിലുള്ള BTech പഠനം കൂടെ, അവർക്ക് വേണ്ടിയിട്ടുള്ള സെലക്ഷനും കൂടെ NDA നേവൽ അക്കാദമി ഒരു പരീക്ഷയിലൂടെയാണ് നടക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പെൺകുട്ടികൾക്കും ഈ ഒരു അവസരം നേവൽ അക്കാഡമിയിലും NDAയിലും ജോയിൻ ചെയ്യാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. സോ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ +2 സ്റ്റുഡൻസ്. +2 യോഗ്യത വെച്ചിട്ട് തന്നെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വലിയ മികച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡിഫൻസ് ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ UPSC പരീക്ഷയായിരിക്കും ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ പരീക്ഷ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റുകളിലേക്കുള്ള പരീക്ഷയെല്ലാം തന്നെ UPSC മുഖാന്തരമാണ് നടക്കുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയിലൂടെയാണ്. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ പരീക്ഷ, CAPF അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പരീക്ഷ, അതുപോലെ തന്നെ ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ക്ലാസ് 8 ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ പരീക്ഷ ഒക്കെ തന്നെ നടക്കുന്നത് ഈ UPSC മുഖാന്തരമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ UPSC ആണ് നവംബർ 14 വരാൻ പോകുന്നത്. ഓക്കെ, ഇത്തവണ പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് വിശദമായിട്ട് നമുക്കിന്ന് നോക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ് +2 ആണ് യോഗ്യത. +2ലുള്ള ഏത് ഫീൽഡായാലും, സയൻസ് പഠിച്ചവർക്കും, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും, കൊമേഴ്സ് പഠിച്ചവർക്കും, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും അപേക്ഷ കൊടുക്കാം. ഓക്കെ, ഇത് പ്രത്യേകമായിട്ട് സയൻസുകാർക്ക് മാത്രമുള്ളതല്ല, പക്ഷേ പരീക്ഷയിൽ മാത്തമാറ്റിക്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് പ്രത്യേകം നോക്കണം. പരീക്ഷയിൽ നിങ്ങൾക്ക് NDA പരീക്ഷയിൽ മാത്തമാറ്റിക്സ് ഉണ്ട്.
ഓക്കെ. സോ സയൻസ് സ്ട്രീം കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുകാർക്ക് അപേക്ഷിക്കാം. സയൻസ് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് നേവി, എയർഫോഴ്സ് അപേക്ഷിക്കാൻ സാധിക്കും. നേരെ മറിച്ച് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുകാർക്ക് ആർമി മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ അപേക്ഷ കൊടുക്കണ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏത് ഫോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്നുള്ളത് അവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്നത് ഒരു ട്രൈ സർവീസ് അക്കാഡമിയാണ്. 3 സർവീസിലേക്കും നിങ്ങൾക്ക് ഇതിലൂടെ പോകാൻ സാധിക്കും. ഓക്കെ. സോ +2 ആണ് യോഗ്യത. ഇനി ഇതിൻ്റെ യോഗ്യത പറയുന്ന മുമ്പേ, ഇതിൻ്റെ ഏജ് കാറ്റഗറി പറയുന്നതിന് മുന്നേ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൽ 2 തരത്തിലുള്ള റാങ്കുകളുണ്ട്. ഒന്ന് കമ്മീഷൻഡ് ഓഫീസറായിട്ടും മറ്റൊന്ന് അതർ റാങ്ക് OR എന്ന് പറയും. ഓക്കെ. സോ സാധാരണ ഫിസിക്കൽ റാലി വെച്ചിട്ട് നിങ്ങളുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ 2 സ്ഥലത്തായിട്ടാണ് ആർമി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. റിക്രൂട്ട്മെൻറ്റിൽ ഫിസിക്കൽ ടെസ്റ്റ്, റിട്ടൺ എക്സാമിനേഷൻ, മെഡിക്കൽ ടെസ്റ്റിലൂടെയൊക്കെ സാധാരണ സോൾജറായിട്ട് ജോയിൻ ചെയ്യുന്നതാണ് അതർ റാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ കമ്മീഷൻഡ് ഓഫീസറായിട്ട് UPSC പരീക്ഷയും സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂവും ഉണ്ടാവും. സോ നിങ്ങളിപ്പോൾ പോകുന്നത് ഈ പറയണ കമ്മീഷൻഡ് ഓഫീസർ പദവിയിലേക്കാണ്. കമ്മീഷൻഡ് ഓഫീസറായിട്ട് തന്നെ രണ്ട് തരം കമ്മീഷൻ ഉണ്ട്. ഓക്കെ. ഒന്ന് ഷോർട്ട് സർവീസ് കമ്മീഷനും മറ്റൊന്ന് പെർമനൻറ്റ് കമ്മീഷനും. ഇത്ര നാളും പെൺകുട്ടികൾക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് 10 വർഷവും തുടർന്ന് 4 വർഷം എക്സ്റ്റൻഷൻ കിട്ടുന്ന ഒരു സർവീസ് ആയിരുന്നു ഷോർട്ട് സർവീസ് കമ്മീഷൻ. അപ്പം സാധാരണഗതിയിൽ ഒരു പെൻഷനബിൾ ആയിട്ടുള്ള ജോബല്ല ഷോർട്ട് സർവീസ് കമ്മീഷൻ. പെർമനൻറ്റ് കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും പെൻഷൻ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ NDA വന്നതോടുകൂടെ NDAയിലൂടെയുള്ള പ്രവേശനങ്ങളെല്ലാം തന്നെ പെർമനൻറ്റ് കമ്മീഷനാണ്. നേരെ മറിച്ച് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, ചെന്നൈയിലുള്ള ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലൂടെ ട്രെയിനിങ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് അവിടെ ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ഉണ്ടാവുക. ഷോർട്ട് സർവീസ് കമ്മീഷൻ പെൻഷനബിൾ അല്ല, അത് 10 + 4 വർഷത്തേക്കാണ്. നേരെ മറിച്ച് നിങ്ങൾ NDAയിലൂടെ പോകുമ്പോൾ പെർമനൻറ്റ് കമ്മീഷനാണ് കിട്ടുന്നത്. പെർമനൻറ്റ് കമ്മീഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഇപ്പോൾ ആർമിയിലാണെങ്കിൽ ലെഫ്റ്റനൻ്റ് ആയിട്ട് ലെഫ്റ്റനൻറ്റ് ക്യാപ്റ്റൻ, മേജർ, ലെഫ്റ്റനൻറ്റ് കേണൽ, ബ്രിഗേഡിയർ അങ്ങനെ പോയി നിങ്ങളുടെ റാങ്കിനനുസരിച്ചുള്ള പെൻഷൻ പ്രായത്തിലാണ് നിങ്ങൾ റിട്ടയർ ചെയ്യുക. ഓക്കെ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലൂടെ നിങ്ങൾക്ക് പെർമനൻറ്റ് കമ്മീഷനായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ. സോ 16 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ഇത്ര നാളും ഞാൻ ഈ സ്ലൈഡ് വരുമ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ആൺകുട്ടികൾക്ക് മാത്രം എന്നാണ്. പക്ഷേ ഇത്തവണ അത് പെൺകുട്ടികൾക്കും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം നടക്കുന്ന ഫോഴ്സസിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഒരുപാട് മെഷീൻസും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിനെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ടെക്നോളജി ഉപയോഗിക്കുന്നത് പോലെ തന്നെ കൂടുതൽ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ ഡിഫൻസ് ഫോഴ്സസിൽ കൂടുതൽ വേക്കൻസി വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ കഴിഞ്ഞ വർഷത്തെ പെൺകുട്ടികളെക്കാൾ ഈ വർഷത്തെ കുട്ടികൾ കുറച്ചുകൂടെ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് NDA അപേക്ഷ കൊടുക്കാം. 16 വയസ്സിനും 19 വയസ്സിനും ഇടയിലാണ് ഇത്തവണത്തെ ഇപ്പം നവംബറിൽ നടക്കുന്ന അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒക്ടോബർ 8 ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ചാൻസിൽ അപേക്ഷിക്കാം. ഒക്ടോബർ 8 മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാൻസിൽ തന്നെ അപേക്ഷിക്കാം. 2/1/2003 അതായത് ജനുവരി 2, 2003 ജനുവരി 1, 2006 ഇടയിൽ ജനിച്ച പെൺകുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാം. എന്തുകൊണ്ടാണ് ഇത്തവണ ആൺകുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്തത്? ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആൺകുട്ടികളുടെ അപേക്ഷ ഓൾറെഡി കഴിഞ്ഞു. പെൺകുട്ടികളുടെ അപേക്ഷ വിളിക്കാൻ കാരണം സുപ്രീം കോടതിയുടെ പ്രത്യേക വിധി കൊണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ 8 വരെയുള്ള അപേക്ഷ ഈ കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാം. ഞാൻ ഒന്നുകൂടെ പറയാം. ജനുവരി 2, 2003 ജനുവരി 1, 2006 ഇടയിലുള്ള പെൺകുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാം.
ഓക്കെ, സോ ഇതാണ് ഏജ് ക്രൈറ്റീരിയ. ഇതിൻ്റെ ഫിസിക്കൽ ക്രൈറ്റീരിയ, അതായത് ഇതിൻ്റെ ഹൈറ്റ്, വെയ്റ്റ്, അതുപോലെ തന്നെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പം തീർച്ചപ്പെടുത്തിയിട്ടില്ല. കാരണം ഇത് ഈ വിധി പെട്ടെന്ന് വന്ന വിധി ആയതുകൊണ്ട് തന്നെ പരീക്ഷേൻ്റെ ഡേറ്റ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഫിസിക്കൽ കാറ്റഗറി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അപേക്ഷ കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പരീക്ഷയ്ക്ക് ശേഷം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഹൈറ്റ് ആൻഡ് വെയ്റ്റ് ആൻഡ് കാറ്റഗറി ഒന്നും തന്നെ നിങ്ങൾ നോക്കേണ്ടതില്ല. ആൺകുട്ടികൾക്ക് 157 ആയിരുന്നു ഹൈറ്റ്. അപ്പോൾ പെൺകുട്ടികൾക്ക് എന്തായാലും അതിൽ കുറവുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി വെറി ചെയ്യേണ്ട. ഇപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ UPSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ നിങ്ങളെല്ലാവരും കൊടുക്കണം. ഓക്കെ, ഇത് NDAയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബേസിക്കലി 3 ടൈപ്പ് ഓഫ് കോഴ്സാണുള്ളത്. ബാച്ചിലർ ഓഫ് ആർട്സ് BA ഉണ്ടാവും, BSc ഉണ്ടാവും, അതുപോലെ തന്നെ BTech ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് NDAയിലും BTech പഠിക്കാം. അതുപോലെ തന്നെ നേവൽ അക്കാഡമിയിൽ കംപ്ലീറ്റ്ലി അവിടെയുള്ള സീറ്റുകൾ BTech ആണ് പഠിപ്പിക്കുന്നത്. സോ ഇതാണ് ബേസിക്കലി അവിടെയുള്ള കോഴ്സ്. നിങ്ങൾക്ക് BA പഠിക്കാം, BSc പഠിക്കാം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ JNUയുടെ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി കോഴ്സ് സർട്ടിഫിക്കറ്റ് ആയിട്ട് തരുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ജോലി സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ +2 കഴിഞ്ഞ് പരീക്ഷ പാസ്സാവുകയും സർവീസിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനിയത്തെ 3-4 വർഷത്തെ നിങ്ങളുടെ പഠനത്തിൻ്റെ കംപ്ലീറ്റ്ലി ചെലവ് ഡിഫൻസ് ഫോഴ്സസ് നോക്കുകയും നിങ്ങൾക്കൊരു ജോലി തരികയും ചെയ്യുകയാണ്. അതും ഇന്ത്യയിലുള്ള ഏറ്റവും ഉയർന്ന ജോലിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് ക്ലാസ് A ഗസറ്റഡ് ഓഫീസറായിട്ട്, കമ്മീഷൻഡ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് ഡിഫൻസ് ഫോഴ്സസിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ഏത് ഫോഴ്സിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഓരോ ആൾക്കും ഓരോ അഭിരുചിയാണ്. ചില കുട്ടികൾക്ക് ആർമിയിലേക്ക് പോകാനായിരിക്കും താല്പര്യം, ചില കുട്ടികൾക്ക് നേവിയിലേക്കാണ് താല്പര്യം ഉണ്ടാവുക, ചില ആൾക്ക് എയർഫോഴ്സിലായിരിക്കും, ചില ആൾക്ക് പൈലറ്റ് ആവാനായിരിക്കും ആഗ്രഹം. പൈലറ്റ് ആവാനുള്ള ആഗ്രഹം ഉള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന കോഴ്സാണ് അല്ലെങ്കിൽ അക്കാഡമിയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി. നമ്മുടെ തന്നെ അക്കാഡമിയിലെ പ്രീവിയസ് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അശ്വന്ത് ദേവ്, അദ്ദേഹം ഇപ്പോൾ പൈലറ്റാണ്. ഓക്കെ, സോ അത് NDAയിലൂടെയാണ് പോയിരിക്കുന്നത്. നമ്മുടെ വേറൊരു സ്റ്റുഡൻറ്റ് ആർമിയിൽ പൈലറ്റാണ്, ആർമിയിൽ ഹെലികോപ്റ്റർ പൈലറ്റായിട്ട്. അപ്പോൾ അങ്ങനെ പല ആളുകൾക്കും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അവരുടെ എയിം അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഡിഫൻസ് ഫോഴ്സസിലുള്ള പ്രവേശനങ്ങൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നമുക്കൊന്നും ലഭിക്കില്ല, ഇതൊക്കെ നോർത്ത് ഇന്ത്യക്കാർക്ക് ആണ് എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് മാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലോകത്തുള്ള ഏത് കാര്യങ്ങളും നമുക്കും അറിയാൻ സാധിക്കും. നല്ലൊരു മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ, നല്ലൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ, നമുക്കൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, നല്ല കൂട്ടുകെട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ നടക്കുന്ന എല്ലാ എക്സാമിനേഷനെ കുറിച്ചും കുറിച്ചുള്ള നോളജും അതിനുവേണ്ട പ്രിപ്പറേഷനും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ച അവസരം തന്നെയാണ് കൈവന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് കോഴ്സ്. ഓക്കെ, സോ മോഡ് ഓഫ് സെലക്ഷൻ, നിങ്ങൾ എഴുതാൻ പോകുന്ന നവംബർ 14 പരീക്ഷയാണ് ആദ്യത്തെ കടമ്പ. അത് റിട്ടൺ എക്സാമിനേഷനാണ്, UPSC നടത്തുന്ന പരീക്ഷയാണ്. പരീക്ഷ ഒരു ദിവസം 2 പരീക്ഷയായിട്ടാണ് നടക്കുന്നത്. അതായത് രാവിലെയും ഉച്ചക്കത്തെയും 2 സെഷൻസ്, 2.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് രാവിലെയും ഉച്ചക്കുമായിട്ടുള്ളത്. മോർണിംഗ് സെഷനിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഉണ്ടാവും, ഉച്ചയ്ക്ക് ശേഷം ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. മോർണിംഗ് സെഷനിൽ 300 മാർക്കിൻ്റെ പരീക്ഷയും ഈവനിങ് സെഷനിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ നിങ്ങൾക്ക് 600 മാർക്കിൻ്റെ പരീക്ഷയാണ് ഉണ്ടാവുക. 900 മാർക്കിലാണ് ടോട്ടൽ എക്സാമിനേഷൻ ഉണ്ടാവുക. ഓക്കെ, സോ 300 + 600 ഇത്രയും 900 മാർക്സിലാണ് ടോട്ടൽ എക്സാമിനേഷൻ ഉണ്ടാവുക. ഒരു പരീക്ഷ ഒറ്റ ദിവസത്തെ 2 പരീക്ഷയായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, സോ മാത്തമാറ്റിക്സിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാത്തമാറ്റിക്സ് തന്നെയാണ് ചോദിക്കുക. അതുപോലെ തന്നെ ജനറൽ എബിലിറ്റിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ജനറൽ നോളജ്, അതുപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ തന്നെ നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് +2 സ്റ്റാൻഡേർഡാണ്. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ടഫ്നെസ് എന്ന് പറയുന്നത് UPSC നടത്തുന്ന പരീക്ഷയാണെന്നുള്ളത് മനസ്സിൽ നന്നായിട്ട് കരുതണം. ഓക്കെ, സോ അതിൻ്റെ ടഫ്നെസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ പഠിക്കണ വിഷയങ്ങളെല്ലാം തന്നെ
വളരെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ. യു പി എസ് സി പരീക്ഷ ഉണ്ട്, SSB ഇൻ്റർവ്യൂ ഉണ്ടാവും, അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ആൻഡ് ദെൻ ഇസ് ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റ്. ഇത് തന്നെയാണ് എല്ലാ ഓഫീസേഴ്സ് എൻട്രിക്കും സാധാരണഗതിയിൽ നടക്കുന്നത്. ഒരു ഓഫീസേഴ്സ് എൻട്രിക്കും ഈ 4 പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകും. ഓക്കെ, NDA പരീക്ഷ എന്ന് പറയുന്നത് വർഷത്തിൽ 2 തവണ നടത്തുന്ന പരീക്ഷയാണ്. വർഷത്തിൽ 2 തവണ നടക്കും. 2 തവണ കോഴ്സുകൾ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഒരു എൻട്രിയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി. ഓക്കെ, ഏറ്റവും +2 യോഗ്യത വെച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രീമിയം ഓഫീസേഴ്സ്, ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൻ്റെ ഏറ്റവും പ്രീമിയം ഓഫീസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് വന്നവരായിരിക്കും. ഇന്ത്യയിൽ പല ജനറൽസും ഇന്ത്യൻ ആർമി കമാൻഡ് ചെയ്തിരിക്കുന്ന പല ജനറൽസും, അതുപോലെ തന്നെ എയർഫോഴ്സിനെ കമാൻഡ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ചീഫ് ഓഫ് എയർ സ്റ്റാഫും ഒക്കെ തന്നെ NDA പ്രൊഡക്ട്സ് ആയിരിക്കും പൊതുവെ. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾ അമരേന്ദർ സിംഗ്, പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം NDA പ്രൊഡക്റ്റാണ്, ക്യാപ്റ്റൻ അമരേന്ദർ സിംഗ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ, സോ അതുപോലെ പല ആൾക്കാരും NDA പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ 2 വർഷത്തിൽ 2 തവണ കോഴ്സ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വേക്കൻസീസ് വളരെ കൂടുതലാണ്. 1 ദിവസത്തെ എക്സാമിനേഷനാണ്, 1 ഡേ എക്സാമിനേഷൻ, 2 സെഷൻസ്. അതുപോലെ തന്നെ കേരളത്തിൽ നിങ്ങൾക്ക് കൊച്ചി, ട്രിവാൻഡ്രം ആൻഡ് കാലിക്കറ്റ് സെൻറ്റേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും വേഗം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സെൻറ്റേഴ്സ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടും. ഏറ്റവും അടുത്തുള്ള സെൻറ്റേഴ്സ് തന്നെ കൊടുക്കുക, സോ ദാറ്റ് നിങ്ങളുടെ ഇപ്പോൾ യാത്രയുടെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് കാര്യം. ആൻഡ് നെക്സ്റ്റ് ഏതാണ് അക്കാഡമി? ഇത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമീനെ നമുക്ക് ഇവിടെ കാണാം. നിങ്ങൾ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന അക്കാഡമിയാണ്. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ട്രങ്ക് ബോക്സൊക്കെ ആയിട്ട് തലയിലൊക്കെ വെച്ച് അല്ലെങ്കിൽ കയ്യിലൊക്കെ പിടിച്ച് നിങ്ങളുടെ ട്രങ്ക് ബോക്സിൻ്റെ മുകളിൽ നിങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിൽ എഴുതിയിട്ടുണ്ടാവുക, ഇപ്പം നിങ്ങളുടെ പേര് സുരേഷ് എന്നാണെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ കൂടെ GC എന്ന് കൂടെ ഒക്കെ ചേർക്കും, ജെന്റിൽമാൻ കാഡറ്റ്. ഓക്കെ, അക്കാഡമിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ പേര് ചെറുതായിട്ട് മാറും. ആൻഡ് വെൻ യു ഗെറ്റ് കമ്മീഷൻഡ് യുവർ നെയിം വിൽ അഗെയിൻ ചേഞ്ച്. ദാറ്റ് ടൈം ദ നെയിം വിൽ ബി വിത്ത് യുവർ റാങ്ക്. ഇപ്പോൾ ക്യാപ്റ്റൻ ആണെങ്കിൽ ലെഫ്റ്റനൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ ആദ്യത്തെ കമ്മീഷൻ കിട്ടുന്നത്. ലെഫ്റ്റനൻ്റ് റാങ്കിൻ്റെ കൂടെ നിങ്ങളുടെ പേരുണ്ടാവും. ഓക്കെ, അക്കാഡമിയിൽ പോകുമ്പോൾ ജെന്റിൽമാൻ കാഡറ്റ് ആണ് GC. ഓക്കെ, ആൻഡ് ലേഡി കാഡറ്റ് LC എന്ന് പറയും. ലേഡി കാഡറ്റ് ഇപ്പോൾ പെൺകുട്ടികൾക്ക് ലേഡി കാഡറ്റ് എന്ന് പറയും, ആൺകുട്ടികൾക്ക് ജെന്റിൽമാൻ കാഡറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദ അക്കാഡമി. ഇത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയാണ്. പൂനെയിലുള്ള ഖടക് വാസല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അക്കാഡമിയാണ്. ദിസ് ഈസ് യുവർ ഡ്രീം. ആൻഡ് നെക്സ്റ്റ് ഇസ് IMA. അതായത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ പരിശീലനം നിങ്ങൾ 3 വർഷമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ പരിശീലനം നേടുന്നത്. അതിനുശേഷം ഓരോ ആളും, ഇപ്പോൾ ആർമിക്ക് പോണ കുട്ടികളാണെങ്കിൽ, ആർമി ഓപ്റ്റ് ചെയ്ത കുട്ടികളാണെങ്കിൽ അവർക്ക് 1 വർഷത്തെ പരിശീലനം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ചെയ്യും. അതായത് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, ഡെറാഡൂണിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇവിടുത്തെ NDAയിലുള്ള പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കുള്ള ഫർദർ പരിശീലനം IMAയിൽ വെച്ചിട്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ചിത്രം കാണാം, ദിസ് ഈസ് IMAയിൽ വെച്ചിട്ടുള്ള പരിശീലനമാണ് പിന്നീട് ഉണ്ടാവുക. then only you will become an officer. And if you are trying for Air Force, then നിങ്ങൾ പോകേണ്ട സ്ഥലം എയർഫോഴ്സ് അക്കാഡമിയാണ്. അത് നിങ്ങൾക്ക് കാണാം, എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള നാവൽ അക്കാഡമി. അതായത് നേവിയാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ, നിങ്ങൾ ട്രെയിനിങ് ചെയ്യേണ്ടത് നാവൽ NDAക്ക് ശേഷം നിങ്ങൾ നാവൽ അക്കാഡമിയിൽ ബാക്കി നിങ്ങളുടെ ട്രെയിനിങ് പൂർത്തീകരിക്കും. സോ ദെൻ ഓൺലി യു വിൽ ബിക്കം ആൻ ഓഫീസർ ഇൻ ദ റെസ്പെക്റ്റീവ് ഫോഴ്സസ്. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. upsconline.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൊടുക്കണം. പെൺകുട്ടികൾക്ക് യാതൊരുവിധ ഫീസും ഇല്ല. UPSC പരീക്ഷയ്ക്ക്
പെൺകുട്ടികൾക്ക് ഇതിന് ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. കൂടുതൽ പെൺകുട്ടികൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സൗകര്യം ചെയ്തിരിക്കുന്നത്. ആൻഡ് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ, അതായത് ഇപ്പം പെട്ടെന്ന് വിളിച്ച ഈ NDA പരീക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 8 ഒക്ടോബർ 8 മുമ്പേ നിങ്ങൾ അപേക്ഷ കൊടുക്കണം. ഓക്കെ, സോ അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട രേഖകൾ നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുപോകണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ ആൻഡ് നിങ്ങളുടെ SSLC ബുക്കിൻ്റെ കോപ്പി, നിങ്ങളുടെ സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ കൊണ്ടുപോകാം. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാം. പക്ഷേ മൈ സജഷൻ ടു യു ഈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു എക്സാമിനേഷൻ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ അടുക്ക് പോയിട്ട്, ഒന്നുകിൽ അക്ഷയ സെൻറ്റർ അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും സൈബർ കഫേ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ അവരെടുത്ത് പോയിട്ട് അപേക്ഷ കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് വിൽ ബി സേഫ്. നിങ്ങൾക്ക് ഒരു സേഫ്റ്റി, നിങ്ങൾക്ക് അപേക്ഷ തെറ്റിക്കഴിഞ്ഞാലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷ കൊടുക്കുന്നത് എന്തിൽ കൊടുത്താൽ മതി, നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അക്ഷയ സെൻറ്റർ മികച്ച സ്ഥലങ്ങളാണ്, ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അക്ഷയ സെൻറ്ററിൽ വളരെയധികം തിരക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും സൈബർ കഫേയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെടുത്ത് പോയിട്ട് അപേക്ഷ കൊടുക്കുക. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് അപേക്ഷ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടെൽ യു അബൌട്ട് ഈസ് പ്രിപ്പറേഷൻ. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി തലശ്ശേരി വിമുക്ത പഠഭവനിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് പരീക്ഷാ പരിശീലന കേന്ദ്രമാണ്. ഇവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ എക്സ് ഓഫീസേഴ്സും നിങ്ങൾക്ക് വേണ്ട നാഷണൽ ഡിഫൻസ് അക്കാഡമി തുടങ്ങി ഇന്ത്യയിലുള്ള പല പരീക്ഷകൾക്കുള്ള പരിശീലനം കൊടുത്തു വരുന്നു. ഒരുപാട് കുട്ടികൾ അവരുടെ റിട്ടൺ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുകയും ആർമിയിലും എയർഫോഴ്സിലും നേവിയിലുമായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ പരീക്ഷ എന്ന് പറയുന്നത്, അതിൻ്റെ പരിശീലനം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് 1 മാസമാണ് സമയം കിട്ടുന്നത്. അതായത് നവംബർ 14 വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് ഇപ്പോൾ നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ്ലി സിലബസ് പ്രിപ്പയർ ചെയ്ത് വീഡിയോ ലെക്ചേഴ്സ് ആയിട്ട് റെഡിയാക്കി കഴിഞ്ഞു. സോ ദാറ്റ് വി ആർ സെറ്റ് ഫോർ ട്രെയിനിങ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇനിയത്തെ 1 മാസത്തേക്കുള്ള പരിശീലനം, ദാറ്റ് ഈസ് ക്രാഷ് കോഴ്സാണ് നമുക്ക് ഇവിടെയുള്ളത്. ദാറ്റ് ഈസ് ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് 2 തരത്തിലുള്ള ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത്. വൺ ഈസ് ക്രാഷ് കോഴ്സ് ഫോർ ദിസ് സ്പെസിഫിക് എക്സാമിനേഷൻ, ദാറ്റ് ഈസ് NDA എക്സാമിനേഷൻ 2021. ആൻഡ് ലോങ് ടേം ബാച്ചസ് ഫോർ നിങ്ങൾ അടുത്ത ഈ വർഷം തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന 2ാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് ഏപ്രിലിൽ നടക്കുന്ന പരീക്ഷയാണ്. ഏപ്രിലിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ ജനുവരിയിൽ വരും. അപ്പോൾ അതായത് ഇതുവരെ അപേക്ഷ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അപേക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ജനുവരിയിലാണ്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം ഒരു ലോങ് ടേം ബാച്ചായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടേം ബാച്ചിന് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാം. ഓക്കെ, 2 ഓപ്ഷൻസ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് യു. ആൻഡ് നിങ്ങൾ ഈ പരീക്ഷയ്ക്കാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നതെങ്കിലും അടുത്ത പരീക്ഷയ്ക്കും ട്രൈ ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ലോങ് ടേം ബാച്ച് എടുക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് പരിശീലന പദ്ധതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഏത് സമയത്തും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും NDA പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ശ്രമിക്കുന്ന സമയത്ത് നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, വിപണിയിൽ ഒരുപാട് ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. നല്ല ടെക്സ്റ്റുകളുണ്ട്, നല്ല പബ്ലിക്കേഷൻസിൻ്റെ ടെക്സ്റ്റുകളുണ്ട്. അത് വലിയത്ര തടിയുള്ള ബുക്കുകളാണ്. ഓക്കെ, പലപ്പോഴും ചെയ്യുന്നത് +2 പഠനത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പലപ്പോഴും സമയം കിട്ടാത്തത് കൊണ്ട് ഈ ബുക്ക് വാങ്ങിക്കുകയും ആ ബുക്ക് അതുപോലെ തന്നെ വെക്കുകയും, ഇപ്പോൾ നിങ്ങൾക്ക് പിന്നീട് കുറേ കഴിഞ്ഞാൽ ഈ ബുക്ക് അവിടെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വളരെ ഒരു ഉപയോഗം ഇല്ലാതെ കിടക്കുന്നതായിട്ട് കാണാറുണ്ട്. കാരണം ഇത്രയും വലിയൊരു ബുക്ക് പലപ്പോഴും നമ്മൾ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് 1 മാസം കൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും നിരത്തിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ ഒരു റിസർച്ച് നടത്തിക്കൊണ്ടാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മികച്ച അധ്യാപകരാണ്. വളരെ സിമ്പിളായിട്ട് അവർ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. നിങ്ങൾ ആ ക്ലാസ് കാണുകയും അതിൻ്റെ നോട്ട്സ് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് അനായാസകരമായിട്ട് ഈ ടൈം കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ
പരീക്ഷയ്ക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളതാണ്. ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലൂടെ തന്നെ, നമ്മുടെ അക്കാഡമിയുടെ ആപ്ലിക്കേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് മുന്നേ തന്നെ പ്രിപ്പറേഷനും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ചെയ്യുന്നതോടുകൂടെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് സജ്ജമായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നിങ്ങൾക്ക് അക്കാഡമിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ആൻഡ് ബന്ധപ്പെടാനുള്ള നമ്പർ ഇതാണ് 8943901234. ഐ റിപ്പീറ്റ്, 8943901234 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സും, അതായത് ദാറ്റ് ഈസ് NDA എന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. സോ ഇതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ എടുക്കുന്നതോടുകൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ എളുപ്പത്തിലാവും. ഓക്കെ, സോ വി ആർ റെഡി ടു ഹെൽപ്പ് യു. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദ സീരിയസ് കാൻഡിഡേറ്റ്സ്. ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ കൊടുക്കുക. അവസാന ദിവസം 6 മണിയാക്കാൻ നിൽക്കരുത്. അതായത് 8-ാം തീയതി 6 മണിക്ക്, വൈകുന്നേരം 6 മണിയാകാൻ നിൽക്കരുത്. പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക. അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് അടുത്ത വർഷം, അതായത് 2022 ജനുവരിയിൽ ഇതിൻ്റെ അപേക്ഷ വരും. അപ്പോൾ അപേക്ഷിക്കാൻ പറ്റും. ഓക്കെ, സോ മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഡീറ്റെയിൽസ്, ഡിഫൻസ് ഫോഴ്സസിൽ വരുന്ന വേക്കൻസിനെ കുറിച്ചുള്ള ഏറ്റവും മികച്ച, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താല്പര്യമുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.